ഹലോ ഗൈസ്, എന്തൊക്കെയാണ്? സുഖല്ലേ? എന്ത് സുഖല്ലേ, എന്ത് ചൂടാണിപ്പം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഗോവയിലേക്കുള്ളൊരു ചെറിയ ട്രിപ്പാണ്. കമ്പനിയിൽ നിന്ന് ചെറിയ ടൂറുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ്. ചെറിയ വീഡിയോ അല്ല, കുറച്ച് ലെങ്ത് കൂടിയ വീഡിയോ ആണ്. അപ്പം ഫസ്റ്റ് ഞാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയത്. അപ്പോൾ ബാക്കിയുള്ള ടീമേഴ്സൊക്കെ അവിടെ നിന്ന് കുറ്റിപ്പുറത്തുനിന്നേ കയറിയിട്ടുണ്ട്. അപ്പോൾ എറണാകുളം നിസാമുദ്ദീൻ ട്രെയിനായിരുന്നു. അപ്പം നമ്മൾ ആ ട്രെയിൻ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ചെറിയ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മൾ ട്രെയിൻ വരുന്നുണ്ട്. ഹസ്രത്ത് നിസാമുദ്ദീൻ എക്സ്പ്രസ് ആണ്. അപ്പം ഈ ട്രെയിനിലാണ് കയറുന്നത്. ഇത് കോഴിക്കോട് 5:10 എത്തുന്നത്. കുറച്ച് ലേറ്റാണ് ട്രെയിൻ. അപ്പം ഈ ട്രെയിനിൽ M1 ആണ് കോച്ച്. നമ്മളെ തേർഡ് എക്കണോമിക് സീറ്റാണ്. അപ്പം അവരൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. 2-3 കോച്ചിലായിട്ടാണ് ആൾക്കാരെല്ലാവരും ഉള്ളത്, ടീംമേറ്റ്സൊക്കെ എല്ലായിട്ടും. അപ്പം ട്രെയിനിൽ കയറിയിട്ട് കാണാം അവരെയൊക്കെ. ഗൈസ്, ഇതാണ് കേട്ടോ തേർഡ് എക്കണോമിക് ക്ലാസ്. നല്ല വൃത്തിയുള്ള കോച്ചാണ് ഇന്ത്യൻ റെയിൽവേൻ്റെ. അപ്പോൾ ബാക്കി എല്ലാവരും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ടാണ് ഉള്ളത്. അങ്ങനെ ട്രെയിനിലുള്ള അധികം വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ പുലർച്ചെ ഒരു 3 മണി 4 മണി നമ്മളെ തന്നെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴാണ് ഞങ്ങളെ കൂടുതൽ 2 ആൾ മിസ്സായിട്ടുള്ളത് സാറ് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഫുള്ള് നോക്കിട്ടോ, അവന്മാരെ ആരെയും കാണുന്നില്ല. അങ്ങനെ അവന്മാർ വിളിച്ച് നടക്കുന്നുണ്ട്. കുമാർ എന്ന് പറഞ്ഞ ഞാൻ കാണണ്ടായത്. അപ്പോൾ ഞാൻ കുമാറായി എന്നുള്ള വിളിച്ച് നടക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അവരെ കാത്തിക്കുകയാണ്. മിസ്സായിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ വരുന്നുണ്ടാവും. കാരണം എല്ലാവർക്കും ടെൻഷനും കാര്യങ്ങളൊക്കെ ആയി. എവിടെ കുമാർ എവിടെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഗൈസ് നമ്മളതാ ടീം വന്നുകൊണ്ടിരിക്കുന്നതാ, കുമാറും ടീമും. അതാ ഇവർ 2 അവന്മാരെയാണ് കാണാണ്ടായത്. അപ്പോൾ അവന്മാരെ അപ്പുറത്ത് കൂടെ വരാറുണ്ട്. ഇവിടെ ഇപ്പോൾ ആൾക്കാർ ഉള്ളിലേക്ക് കയറുകയാണ്. അവന്മാർ നേരെ അപ്പുറത്ത് കൂടെ വന്നു. അങ്ങനെ ഞങ്ങൾ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷൻ പുറമേക്ക് ഇറങ്ങി. പുറമേ അസിസ്റ്റ് ചെയ്യാൻ ബസ് ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്, ഞങ്ങളെ ഹോട്ടലിൽ പോകാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ പുറമേക്ക് നടക്കുകയാണ്. ഞങ്ങൾ 10-30 ആൾക്കാരെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2-3 കോച്ചിലായിട്ടാണ് ഞങ്ങൾ ട്രെയിൻ കയറിയത്. അവിടെ പുലർച്ചയായിട്ടും തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഗോവയിൽ. ഇനി ഉച്ചയ്ക്ക് ആകുമ്പോഴേക്ക് ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അവിടെ ചെറിയ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടുത്തെ ഗോവ വെൽക്കം ടു ഗോവ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അപ്പം ഞങ്ങൾ ബസ് അവിടെ എവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ബസ്സിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ്. ഇനി ഫുള്ള് ബസ്സിലായിരിക്കും. ഹോട്ടൽ ബസ് അങ്ങനെ പറഞ്ഞിട്ടായിരിക്കും. 3 ദിവസത്തെ ട്രിപ്പാണ്. അങ്ങനെ ഞങ്ങൾ ബസ്സിൻ്റെ അടുത്ത് എത്തി. എല്ലാവർക്കും നല്ല ഉറക്കക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം 5 മണി വൈകിട്ട് കയറിയിട്ട് പുലർച്ചെ 4 മണിയാകുമ്പോൾ. അപ്പോൾ കറക്റ്റുള്ള ഉറക്കമൊന്നും വന്നില്ല. സ്റ്റേഷനിൽ എത്തിയെന്നുള്ള ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും. അപ്പം ഉറക്കവും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ടില്ല. പിന്നെ ഇവിടെ നമ്മളെ കേരളത്തിലെ അപേക്ഷിച്ച് പെട്രോളിൻ്റെ വിലയൊക്കെ കുറവാണ് കേട്ടോ. അറിയാലോ, നമുക്കവിടെ 105 രൂപയുള്ള ഇവിടെ 196 രൂപയാണ്. 9 രൂപയുടെ വ്യത്യാസം. അങ്ങനെ ഇതാണ് ഞങ്ങളെ ഹോട്ടൽ, കൈ റിയാദ് എന്ന് പറയുന്ന ഹോട്ടലാണ്. അവന്മാരൊക്കെ തളർന്ന് ക്ഷീണിച്ചിരിക്കുകയാണ്. റിസപ്ഷൻ ഏരിയയിൽ എല്ലാവരും ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ റൂമിൻ്റെ കീസിന് വെയിറ്റ് ചെയ്യാണ്. നല്ല അടിപൊളി ഹോട്ടലും കാര്യങ്ങളൊക്കെ കേട്ടോ. ലൈറ്റ്സും കാര്യങ്ങളും നല്ല രസമുണ്ടായിരുന്നു. റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. റിയാദ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലാണിത്. നൈറ്റ് വ്യൂ ഒക്കെ അടിപൊളി കേട്ടോ. നൈറ്റ് വ്യൂ അല്ല, പുലർച്ചെ വ്യൂ.
കണ്ടമാനം ഏരിയ ഉണ്ട് കേട്ടോ. സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ ജിം സെക്ഷൻ ഉണ്ട്, പ്ലേയിങ് ഏരിയ ഉണ്ട്, കിഡ്സിന് വേറെ ഒരു ഏരിയ ഉണ്ട്. അങ്ങനെ കുറേ ഏരിയ ഉണ്ട്. നല്ല വലുപ്പമായിട്ടുള്ളൊരു സംഭവമാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ റൂംസിൻ്റെ കീസും കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ ഒരു വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഹിബിക്കസ് ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമൊക്കെയാണ്. അത് ചെമ്പരത്തിപ്പൂവിൻ്റെ എന്തൊക്കെയോ സംഭവം, പക്ഷേ എനിക്ക് തീരെ ഇഷ്ടമായില്ല. പിന്നെ ഇവിടെ കണ്ടാവും ഓരോരോ സ്ഥലത്തെയും ടൈം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് താക്കോൽ കിട്ടിയപ്പോൾ ഞങ്ങൾ നേരെ റൂമിലേക്ക് നടന്നു. ആകെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പറഞ്ഞല്ലോ, ഇത് നല്ല സ്പേസുള്ള ഹോട്ടലാണ്. നമുക്ക് നടക്കാനും കണ്ടമാനം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് ഞങ്ങളുടെ റൂം വരുന്നത്. ഞങ്ങൾ മേലോട്ട് കയറാൻ പോവുകയാണ്. ഞാനും ജിതിൻ പിന്നെ ശ്യാം, ഞങ്ങൾ 3 പേരായിരുന്നു റൂമിൽ. പിന്നെ സെയിൽസിൻ്റെ ഒരു ഹെഡ് ഉണ്ടായിരുന്നു, മൂപ്പര് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റൂമിൻ്റെ അടുത്തെത്തി. ഇവന്മാർക്ക് ഈ ഇട്ട് തുറന്നിട്ട് പക്ഷെ തുറക്കാൻ പറ്റുന്നില്ല. കണ്ടപ്പോൾ കുറേ നേരം നോക്കി. അപ്പോൾ അതിന് ഒരു സെപ്പറേറ്റ് ലോക്കാണ്. അപ്പോൾ അതിൻ്റെ രീതിയിലേ തുറക്കാൻ പറ്റുള്ളൂ. പറഞ്ഞിട്ടപ്പോൾ സെറ്റായി, ഡോറൊക്കെ തുറന്നു. നല്ല അടിപൊളി റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് അവിടുത്തെ ബാത്റൂമാണ് അധികം ഇഷ്ടപ്പെട്ടത്. നല്ല വെൽ മെയിൻറ്റൈൻഡ് ബാത്റൂം കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ബെഡും കാര്യങ്ങളൊക്കെ നല്ല അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റിയുള്ള ബെഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ബാത്റൂം ആണെങ്കിൽ അതിൽ അടിപൊളി. ഇരിക്കാനുള്ള സോഫയും കാര്യങ്ങളും ബെഡും നല്ല അടിപൊളി കാര്യങ്ങളൊക്കെ ആയിരുന്നു. ബാത്റൂമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നല്ല വൃത്തി, ഹൈജീൻ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കുളിക്കാനുള്ള ഏരിയയും ടോയ്ലറ്റ് ഏരിയ ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒന്ന് കുളിച്ച് ഫ്രഷായിട്ടാണ് ഞങ്ങൾ കിടന്നുറങ്ങാൻ നോക്കിയത്. ഉറങ്ങാനുള്ള ടൈമില്ല, 6 മണിയുണ്ട്. ജസ്റ്റ് ഇതായപ്പോഴേക്ക് തന്നെ രാവിലെയായി. ഇതാണ് മോർണിംഗ് വ്യൂ. റൂമിൻ്റെ സൈഡിൽ തന്നെയാണ് സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ വരുന്നത്. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേസുള്ള ഹോട്ടലാണ്. നമുക്ക് ചുറ്റി കറങ്ങാൻ തന്നെ ഉണ്ട്. അത്യാവശ്യം നല്ല അടിപൊളി ഏരിയ ആണ്. അത് വന്നിട്ട് ക്യാൻറ്റീൻ്റെ ഏരിയ ആണ്, ഫുഡിൻ്റെ. എല്ലാവരും ഓരോരുത്തരെ എണീറ്റ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഹോട്ടലിലെ ഒരു വ്യൂ. കുമാറത് അവിടെ നിന്ന് വരുന്നു. ഇതാണ് നമ്മളെ ഡൈനിങ് ഏരിയ. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഇവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ ഓരോന്നിനും മികച്ചതായിരുന്നു. ഒന്നിനൊന്ന് മികച്ച, അങ്ങനെയുള്ള പറയാം, ഒന്നിനൊന്ന് മികച്ച കാര്യങ്ങളൊക്കെ ആയിരുന്നു. സാൻഡ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ട്, പാവുണ്ട്. അങ്ങനെ അടിപൊളി ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. ഗൗരവമായിട്ട് നോക്കാം. ഇതിവിടെ നമ്മളെ അമൂലിൻ്റെ, അതുപോലെ തന്നെ കെച്ചപ്പ് കാര്യങ്ങൾ, ജാം, ഏതൊന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇത് കോക്കനട്ട് ചട്നി, ചമ്മന്തി കാര്യങ്ങൾ, സാമ്പാറുണ്ട്, ഇഡ്ഡലി, സൂപ്പ് കാര്യങ്ങൾ, പൊട്ടറ്റോ കറീസ്, പിന്നെ അങ്ങനെ പുൽഹ, വേറെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് കാര്യങ്ങൾ, ഗോവത്തെ മസാല പാവ്. അത് നല്ല അടിപൊളി സംഭവം കേട്ടോ. മസാല പാവ് നമുക്ക് ഏത് കറീൻ്റെ ഒപ്പം കൂട്ടാനും പറ്റുന്നുണ്ട്. പിന്നെ വന്നിട്ട് ജ്യൂസസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സൂപ്പ്,
വെജ് സാൻഡ്വിച്ച്, സ്പോട്സ് ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ട് ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഇതാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഞങ്ങൾ പുറമേക്ക് ഫുഡൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പുറമേ എടുത്തിട്ടാണ് കഴിച്ചത്. അങ്ങനെ എടുത്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു, കാരണം നല്ല വിശപ്പുണ്ടായും കാര്യം. പിന്നെ ട്രെയിനിൽ ഞങ്ങൾ ഇന്നലെ രാത്രി നമ്മളെ തലശ്ശേരിയുള്ള ഏതൊരു എം ആർ റെസ്റ്റോറൻറ്റ് എന്നിട്ട് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റ് ബിരിയാണി ആയിരുന്നു കേട്ടോ കഴിച്ചത്. അത് ട്രെയിനിലേക്ക് അവർ എത്തിച്ചു തന്നതിന് നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു. കാരണം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഗോതയിലേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഗോവയിലേക്ക് ഇറങ്ങി. അപ്പോൾ ഞങ്ങളെ ബസ് വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ബസ് വന്നിട്ട് ഞങ്ങൾക്ക് ഫസ്റ്റ് ഓരോ ഏരിയയിലേക്ക് പോകണം. സൗത്ത് നോർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയകളാണ് ഗോവയിൽ മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ബസ്സിന് വേണ്ടി കാത്തിക്കുകയാണ്. എല്ലാവരും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ബസ് കയറി യാത്ര തുടർന്നു. ഇവിടെ നമ്മളെ മാഹിയിലെ പോലെ കേട്ടോ, മുക്കിലല്ല, ഓരോ 2 ഷോപ്പ് കഴിയുമ്പോഴും നമ്മളെ സാധനത്തിൻ്റെ ഷോപ്പാണ്. ഏത് ബീറ്, വൈന്, ഡ്രിങ്ക്സിൻ്റെ മൊത്തം. പിന്നെ എടുത്തു പറയാനുള്ളത് ഇവിടെ റെൻറ്റിന് നമുക്ക് സ്കൂട്ടി കാര്യങ്ങൾ, കാറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിനായിട്ട് സ്കൂട്ടി കാര്യങ്ങളാണ് ഉള്ളത്. പെർ ഡേ എത്ര 120 150 കൊടുത്തിട്ട് നമുക്ക് സുഖമായിട്ട് സ്കൂട്ടി എടുത്ത് ഫുള്ള് കറങ്ങി നടക്കാം. 150 അല്ല 250 ആണെന്ന് തോന്നുന്നു കേട്ടോ കേസ്. അത് ഓരോരുത്തർക്കും ഓരോ റേറ്റാണ്. ഇവിടെ ചൂടാണ് ഇപ്പോൾ സഹിക്കാൻ പറ്റാത്തത്. ഇവിടെയൊക്കെ ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങുന്നതാണ് നല്ലത്. അങ്ങനെ ആദ്യമാണ് ഞങ്ങൾ ഇറങ്ങിയത് ഒരു കോട്ടയിലേക്കാണ്. ചൂട് കാരണം ഞങ്ങൾ ഇങ്ങനെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ കോട്ടൻ്റെ അടുത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ കൊടും വെയിലത്തിന് ഞങ്ങൾ കോട്ട കാണാൻ വേണ്ടി ഇറങ്ങി. പിന്നെ നമുക്ക് എല്ലാവരും ഉള്ളതുകൊണ്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞാൽ നടക്കാം. കാണാൻ നല്ല അടിപൊളി സ്ഥലമാണ്. ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച സംഭവങ്ങളാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വാട്ടർ പ്യൂരിഫയർ ഉണ്ട്. കാരണം കടലിലെ വെള്ളമൊക്കെ ഇതിലേക്ക് അടിച്ച് കയറ്റിയിട്ട് പ്യൂരിഫൈ ചെയ്തിട്ട് നമ്മൾ ഷിപ്പിലേക്കും അതിന് വേണ്ട ഇതിലേക്കൊക്കെ അതിനുള്ള ഏർപ്പാട് കാര്യങ്ങൾ ചെയ്തത് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് പറയാനായിട്ട് അവിടെ നിന്ന് പറഞ്ഞാണ്. ഇതാണ് ഞാൻ പറഞ്ഞ പ്യൂരിഫയർ. ഇതല്ല ഈ സംഭവം റെഡിൽ വരുന്നത്. ഇതിനടിയിലേക്ക് വെള്ളം കയറ്റി വിട്ടിട്ട് പ്യൂരിഫൈ ചെയ്തിട്ട് പുറമേക്ക് ഷിപ്പിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ കൊടുത്തു വിടുന്നൊക്കെയാണ് പറഞ്ഞത് പണ്ട് കാലങ്ങളിൽ. എന്തായാലും എത്ര കൊല്ലം മുന്നേ പണിയിപ്പിച്ച സംഭവങ്ങൾ ഇപ്പോഴും നോക്കും ആ കല്ലിൻ്റെതൊക്കെ. പിന്നെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഫോട്ടോയും കാര്യങ്ങളും ഗ്രൂപ്പ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ നമുക്ക് കടൽ കാണാൻ പറ്റും. അറേബ്യൻ സീ. ഫോക്കസ് കല്ലിൻ്റെ മേലേക്ക് വന്നു ഇപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഇവിടെ ചിലവഴിച്ചു. സമയം കാര്യങ്ങളൊക്കെ ഇവിടെ കുറച്ച് ചിലവഴിച്ചു. ചൂടാണ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ വേഗം ഇവിടെ നിന്ന് തന്നെ ഇറങ്ങി ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം. അങ്ങനെ അടുത്ത് ഞങ്ങളൊരു ഫുഡ് സ്പോട്ട് തേടി ഇറങ്ങിയാണ് ഒരു ഹോട്ടലിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് ഇവിടെ നിന്ന് കുടിക്കാനായിട്ട് വെള്ളം, നല്ല തണുത്ത വെള്ളം ബസ് നിർത്തിയിട്ട് അവിടെ നിന്ന് ഒരാൾ കൊണ്ടു തന്നു. നല്ല അടിപൊളി വെള്ളമായിരുന്നു. എന്തോ ഒരു ഡ്രിങ്ക്, കൂൾ ഡ്രിങ്ക്സ് ചൂടത്ത് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെട്ട ഇവിടുത്തെ മെയിൻ അതാട്ടോ ഫ്ലൈ ഓവർ വരുന്നത്. ഇതൊക്കെ എങ്ങനെ പണിയിപ്പിച്ച എഞ്ചിനീയർ വിസ്മയം എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റണോ? കാരണം അത്രയും നോക്കി എത്ര ഹൈറ്റിലാണ് വരുന്നത് അറിയാം.
ഇത് ഞങ്ങൾ ഹൗറയിൽ പോയപ്പോൾ ഹൗറ ബ്രിഡ്ജിൻ്റെ സെയിം അതുപോലെ തന്നെയാണ് ഏകദേശം. പിന്നെ ഇവിടുത്തെ ഒരു ഉറാക്ക് ഡ്രിങ്ക്സ് ഉണ്ട്, ഇവരെ ഒരു ട്രഡീഷണൽ ഡ്രിങ്കാണ്. അത് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കയറ്റി കൊണ്ടുവന്നതാണ്. അങ്ങനെ ഇവരൊക്കെ കുറേ ആൾക്കാർ അത് കഴിച്ചു. എത്ര ഒരു ഗ്ലാസ്സിന് എന്താ 250 റുപ്പീസ് അങ്ങനെ എന്താണ് മാറും. അങ്ങനെ അതൊക്കെ ചിലവർ കഴിച്ചു. പിന്നെ ഞങ്ങളൊരു ഹോട്ടൽ തേടി ഇറങ്ങി. അങ്ങനെ ഹോട്ടൽ ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഫുഡാണ്. ചോറ് ഇവിടെ കണ്ട മീൻ പൊരിച്ചത് റവയിലൊക്കെ ആയിട്ട് പൊരിച്ച സാധനം, പിന്നെ ഒരുമാതിരി കറി, പപ്പടം. അങ്ങനെ അത് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ഒരു പള്ളിയിലേക്കാണ് പോയത്. എത്രയോ കൊല്ലം പഴക്കമുള്ള പള്ളിയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ന്യൂസിലാൻഡ് എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു, ന്യൂസിലാൻഡ് സിറ്റിയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട്, അതായത് ബിൽഡിങ്സൊക്കെ ന്യൂസിലാൻഡിൽ പോലെയുള്ള നല്ല അടിപൊളിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇപ്പോഴും അതിൻ്റെ നമ്മളെ പോർച്ചുഗീസ് ടീംസൊക്കെ ഇതിനുള്ളിലുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പ്രതീക്ഷ ഒരു ഷിപ്പിലേക്ക്, ചെറിയൊരു ഷിപ്പിലേക്ക് കയറി. ഇവിടെ ചെറിയ DJ പാർട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കാണാൻ വേണ്ടിയിട്ടും ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി അതിനകത്തേക്ക് കയറി. പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ടുള്ള സർവീസാണ്. ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു സംഭവത്തിൽ കയറുന്നത്. അത്രയും ഭയങ്കര സ്പേസും കാര്യങ്ങളൊക്കെ. കപ്പലൊക്കെ എത്ര വലിപ്പമുണ്ടാവില്ലേ ഇത്. അങ്ങനെ ഞങ്ങൾ ടോപ്പിലെത്തി. ഈ കൗണ്ടറിലൊന്നും സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ, പക്ഷെ ടോപ്പിലെ കൗണ്ടറിലുണ്ട്. അവിടെയാണ് മെയിൻ ആൾക്കാർ ഇരിക്കുക. ഇതാണ് ടോപ്പ് വ്യൂ. ഞാൻ പറഞ്ഞ പാലം ആ സൈഡിൽ റൈറ്റ് സൈഡിൽ ഇതാണ് ടോപ്പ് വ്യൂ. DJ സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ്. ഇത്രയും സീറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ 5 മണിയാകുമ്പോൾ 6 മണിയാകുമ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. വെയിലിങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്, അതുകൊണ്ട് വലിയ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴത്തെ വ്യൂ ആണ് കേട്ടോ അടിപൊളി. ഓരോ കപ്പൽ, ഷിപ്പ് കാര്യങ്ങൾ, ബോട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. പിന്നെ അതാ മേലെ കൂടെ അതാ ഫ്ലൈ ഓവർ പോകുന്ന പർദീസേ. അങ്ങനെ ഫസ്റ്റ് തന്നെ ചെറിയ കുട്ടികളുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ, ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പുറത്ത് നമ്മളെ സൺസെറ്റ് കാര്യങ്ങളൊക്കെ, അപ്പുറത്ത് കൂടെ ഒരു ഷിപ്പൊക്കെ പോകുന്നുണ്ട്. സൺസെറ്റൊക്കെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ്. ഇപ്പോൾ ചൂട് പോയപ്പോൾ തന്നെ നല്ല സമാധാനം ഉണ്ടായിരുന്നു. ഡെൽറ്റിൻ റോയലി എന്ന് പറഞ്ഞിട്ടൊരു ഷിപ്പാണ്. പിന്നെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഓണാക്കിയപ്പോൾ തന്നെ വേറൊരു അടിപൊളി മൂഡായിരുന്നു കേട്ടോ. അടിപൊളി സ്റ്റൈലായിരുന്നു കാണാം. പിന്നെ അവിടുത്തെ കുറച്ച് ലേഡീസിൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഫോട്ടോഷൂട്ട് കാര്യങ്ങൾ. ഇപ്പോഴാണ് ഞങ്ങൾ റൈറ്റ് സൈഡിൽ, മറ്റേതാണ് ഡെൽറ്റിൻ റോയലിൻ്റെ ഫുള്ള് ലൈറ്റ്സൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ ലെഫ്റ്റ് സൈഡ് കണ്ടപ്പോൾ റൈറ്റ് സൈഡിൽ കൂടെ പോകുന്നു. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ആ ഡാൻസ് കുറേ നേരം നടന്നിട്ട് അവർക്ക് പാട്ടിങ്ങനെ മാറ്റി മാറ്റി കൊടുത്തപ്പോഴത്തേക്ക് അവർ കുറേ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഒന്ന് ഗോവ ഒന്ന് ചുറ്റി കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് രാത്രി. അവിടെ നിന്ന് 1 കിലോമീറ്റർ ഉള്ളൂ ബീച്ചിലേക്ക് പറഞ്ഞിട്ട് നടന്നാണ്. 2-3 കിലോമീറ്റർ ഞങ്ങൾ അവിടെ നിന്ന് ആകെ നടന്ന് ക്ഷീണിച്ച്. പിന്നെ എന്താ അടുത്ത സൈഡിൽ കൂടെ ഉള്ള വ്യൂസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായതുകൊണ്ട് നമ്മളിങ്ങനെ നടന്നു പോകും. എത്ര ദൂരം ഉണ്ടെങ്കിലും നമുക്കിങ്ങനെ നടന്നു പോകുന്ന അറിയില്ല. പക്ഷേ അവിടെ എത്തിയപ്പോഴത്തേക്ക് ക്ഷീണിച്ച് പോയിട്ടാണ്.
പിന്നെ അവിടുന്ന് ഒരുത്തനോട് വഴി ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഈ വഴിയല്ല മറ്റേ വഴിയെന്ന് പറഞ്ഞു പോയി. അതാണ് ഞങ്ങൾക്ക് മെയിൻ നമ്മളെ പറ്റിയത്. ആകെ 1.5 കിലോമീറ്റർ നടക്കേണ്ട ഞങ്ങൾ 3 കിലോമീറ്റർ നടന്നു. ഇങ്ങനത്തെ മാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ മാച്ച് കാണുകയാണ്, യൂറോപ്യൻസ്. ഇവിടെ ഫുഡ് കണ്ടമാനുണ്ട് കേട്ടോ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. പക്ഷെ ഞങ്ങൾ ചിലത് മാത്രമേ ട്രൈ ചെയ്തിട്ടുള്ളൂ. പിന്നെ എവിടെ എന്താ ഫുൾ കളറാണ്, എവിടെ നോക്കിയാലും കളർ ബിൽഡിങ്, കളർ ലൈറ്റ്സ്, കളർഫുൾ ആൾക്കാർ. അങ്ങനെ ഞങ്ങൾ ബാഗ ബീച്ചിലെത്തി. ഫുള്ള് ലൈറ്റ്സ്, ഫുൾ ഓൺ ലൈറ്റ്സ് ആണ് സർ. എവിടെ നോക്കിയാലും ലൈറ്റ്സ്, നല്ല അടിപൊളി വ്യൂസ്. രാത്രി കടലിൻ്റെ ഇതാണ്, ചെറിയ തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെന്താ ഫുള്ള് കൗണ്ടറിൽ എപ്പോഴും നമ്മൾ ഇരുന്നിട്ട് അപ്പം അവിടെ നിന്ന് ടീം വരും, എന്താ വേണ്ടത് എന്താ കഴിക്കേണ്ടത് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ എവിടെയൊന്നും ഇരിക്കാൻ നിന്നില്ല, ഞങ്ങൾ നിന്നതാണ്. ഫുള്ള് നിന്ന് കറങ്ങി കണ്ട്. ലൈറ്റ്സിൻ്റെ അടിപൊളിയാണ് കേട്ടോ. നമ്മളിപ്പോൾ കോഴിക്കോട് ഇപ്പോൾ 1-2 കൊല്ലമായിട്ടുള്ളൂ നമ്മളെ മുഹമ്മദ് റിയാസ് കൊണ്ടുവന്നു. ഫുൾ ലൈറ്റ്സ് അല്ലേ, മിഠായി തെരുവിലും അതുപോലെ തന്നെ മാനേജർ സ്ക്വയറിലും കാര്യങ്ങളിലൊക്കെ ഫുള്ള് ലൈറ്റിൻ്റെ പരിപാടിയല്ലേ. എനിക്കിത് കണ്ടപ്പോൾ പെട്ടെന്ന് മുഹമ്മദ് റിയാസിനാണ് ഓർമ്മ വന്നത്. പിന്നെ ഇത് ഫുള്ളാട്ടോ, കുറച്ചൊന്നുമല്ല. ഇത് ഇങ്ങനെ കടലിൻ്റെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി അപ്പുറം സൈഡ് വരെ ഫുള്ള് ലൈറ്റ്സാണ്. ഇങ്ങനെ ചെറിയ ചെറിയ കഫേ പോലെ ഉണ്ടാക്കി വെച്ചാണ് അവർ. അടിപൊളി സെറ്റപ്പ്. പക്ഷെ ഇവിടുത്തെ റേറ്റ് കാര്യങ്ങൾ ഭയങ്കര കേട്ടോ. ഒരു കുപ്പി വെള്ളത്തിന് എത്രയാണ്, 40 രൂപ എന്താ ചോദിച്ചു. അപ്പം ഞങ്ങൾ 40 രൂപയാണെന്ന് ചോദിച്ചപ്പം അവർ വേണമെങ്കിൽ കുടിച്ചാൽ മതിയെന്ന്. അപ്പം ഇവിടേക്ക് വരുമ്പോൾ അത്യാവശ്യം ക്യാഷാണ് നല്ലോണം ഇറക്കണം. അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് റൂമിലേക്ക് നടക്കുകയാണ്. രാത്രി 12-1 മണിയായിട്ടോ, എന്നിട്ടും കടകളൊന്നും അടച്ചിട്ടൊന്നുമില്ല. ഫുള്ള് ഇത് തന്നെയാണ്, ഓണിലാണ് എല്ലാവരും. ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചീപ്പ് റേറ്റാണ്. പക്ഷെ നമ്മളെ ഒരു ക്വാളിറ്റി കിട്ടില്ല. ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ക്വാളിറ്റി കിട്ടുന്നില്ല. അതുകൊണ്ട് ഡ്രസ്സ് കാര്യങ്ങളൊന്നും ഞാൻ വീട്ടിൽ വാങ്ങിയില്ല. പലരും വെള്ളമൊക്കെ അടിച്ച് കിടക്കുകയാണ് ഗൈസ്. ഇതാ വീണ്ടും ഒരു വൈൻ ഷോപ്പ്. എവിടെ തിരിഞ്ഞാലും വൈൻ ഷോപ്പ്. പിന്നെ ക്യാപ്പ്, ബാഗ്, ഡ്രസ്സ്, ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ഐറ്റംസ്. ഇത് ഞങ്ങളെ റൂമിലേക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി. ഞാൻ രാവിലെ ആയപ്പോൾ കുറേ ആൾക്കാർ റൂമിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ താഴോട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് നോക്കിയപ്പോഴാണ് എല്ലാവരും നോക്കുക, സെക്യൂരിറ്റി നോക്കുന്നുണ്ട്, അപ്പുറത്തെ റൂമേഴ്സ് കാര്യങ്ങളെല്ലാവരും നോക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടീം സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ടുണ്ട്. ഫുൾ അലമ്പ്. സ്വിമ്മിംഗ് പൂളിൽ നിന്ന് വോളിബോൾ കളിക്കുകയാണ്. ഒരു എൻജോയ്മെൻറ്റ്. രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഇംഗ്ലീഷുകാർ കാര്യങ്ങളൊക്കെ ഭയങ്കര സൗണ്ട് ഒച്ചപ്പാട് അലമ്പൊക്കെ ആകുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെയാണ് വേറെ മലയാളീസ് തന്നെ. അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ വീണ്ടും ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങി എടുക്കുകയാണ് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ, ഡ്രസ്സ്, വൈന്, ബാഗ്, ക്യാപ്പ്, അതാണ് ഇവിടുത്തെ മെയിൻ. ഏതെങ്കിലും വിട്ടുകൊണ്ട് ക്ഷമിക്കണം കേട്ടോ. പക്ഷേ നമ്മളെ അവിടുത്തെ അത്ര ക്വാളിറ്റി കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഇവിടെ 100-150 രൂപയ്ക്ക് കിട്ടുമ്പോൾ അത്രയും ക്വാളിറ്റി പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ നമ്മളെ ഇവിടെ കാജു, പിന്നെ അതിൻ്റെ ഏരിയ ആയിരിക്കില്ല, അവരാണല്ലോ പോർച്ചുഗീസുകാരാണല്ലോ നമ്മളെ കശുവണ്ടി നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് തന്നെ. അപ്പോൾ അതിനൊക്കെ നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ ഇവിടെ. പക്ഷെ ഇവിടെ കമ്പനി കാര്യങ്ങളൊന്നും കണ്ടില്ല, പ്രൊഡക്ഷൻ കാര്യങ്ങളൊന്നും കണ്ടില്ല. എങ്ങനെയാണോ അപ്പോൾ
ഇതിൻ്റെ സംഭവം ഒന്നും അറിയാൻ പറ്റുന്നില്ല. കണ്ണട, ക്യാപ്പ്, കണ്ടമാനം കടകളാണ്, ഫുൾ റഷ്. അത് എഗെയിൻ വൈൻ ഷോപ്പ്. ചൂടത്ത് നടക്കുന്നതാണ് ഭയങ്കര ടാസ്ക് കേട്ടോ. വൈകുന്നേരമാണ് പിന്നെ വലിയ കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ ഒരു മോളിലേക്ക് കയറി. കുറച്ച് തണുപ്പ്, എ സി ഇത്തിരിക്കല്ലോ. മാളത്തെ ഗോവ പറഞ്ഞിട്ടുള്ളൊരു മോളിലേക്ക് വെറുതെ കയറിയാണ് കേട്ടോ ഗൈസ്. ഞങ്ങൾ പർച്ചേസിങ് കാര്യങ്ങളൊന്നുമല്ല, വെറുതെ നമ്മളെ ഹൈലൈറ്റ് മോളും ഫോക്കസ് മോള് ഗൂഗിൾ മോളൊക്കെ കണ്ടേ. ഇപ്പോൾ ഈ മോളൊന്നും ഒന്നല്ലാണ്ടായി. നമ്മൾ കോഴിക്കോടാണല്ലോ ഫസ്റ്റ് മോൾ തന്നെ വന്നത്, ഫോക്കസ് മോൾ. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ ഗോവനോട് യാത്ര പറയുകയാണ്. ഞങ്ങളെ ട്രെയിന് വരാൻ ടൈമായി. ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പിന്നെ മുപ്പരാട്ടോ നമ്മളെ ഗൈഡ്, ടൂറിസ്റ്റ് ഗൈഡ്. അപ്പം താങ്ക് യു.